നമസ്കാരം. ദീപ്തമായ ചില ഓർമ്മകളെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ വളരെ സർവീസ് കൂടുതലുള്ളൊരു കാലഘട്ടത്തിലാണ് ബി.എഡിന് പോയത്. അങ്ങനെ പോകുന്നതിനൊരു കാരണമുണ്ടായിരുന്നു. അധ്യാപകർക്ക് വേണ്ടി മാത്രമായിട്ട് ബി.എഡ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്ന് കോഴിക്കോട് സർവകലാശാല ഒരു അറിയിപ്പ് കൊടുത്തു. അതെന്നെ ആകർഷിച്ചു. അപ്പോൾ എം.എ. ഒക്കെ പാസ്സായി നിൽക്കുന്ന ഞാൻ എന്നാൽ അതിനൊന്ന് പോയിക്കളയാം എന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ അപേക്ഷിച്ചു. 12ാമനായി എനിക്ക് അഡ്മിഷൻ കിട്ടി. 100 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ കോഴിക്കോടും പരിസരത്തുമുള്ള രാമകൃഷ്ണാശ്രമത്തിലായിരുന്നു, അവിടുത്തെ ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു ക്ലാസ്. അപ്പോൾ ആ കോഴിക്കോട് താമസിക്കുന്ന അവസരത്തിൽ അവിടെ പരിസരത്തുള്ള ചിലരെ എല്ലാം സന്ദർശിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എൻ്റെ കൂടെ ഒളതല ശിവദാസൻ എന്ന എൻ ശിവദാസനും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ബി.എഡിന് അപേക്ഷിച്ചത്. അയാൾക്കും കിട്ടി, എനിക്കും കിട്ടി. അങ്ങനെ ഞാൻ അവിടെ താമസിക്കുന്ന അവസരത്തിൽ തൊട്ടടുത്താണ് ബേപ്പൂർ. അപ്പോൾ അവിടം വരെ ഒന്ന് പോകാം, നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണാം എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ദിവസം, തീയതിയൊന്നും ഓർമ്മയില്ല, ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു. എന്തോ ഒരു അവകാശമുള്ള ആളുകളെ പോലെയാണ് ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നത്. അപ്പോൾ അദ്ദേഹം വീടിന് മുൻവശത്ത് ഒരു അദ്ദേഹം മാങ്കോസ്റ്റിൻ എന്നാണ് പറയുന്നത്, ഞാനങ്ങനെ കേട്ടിട്ടില്ല. ഏതായാലും അങ്ങനെ ഒരു മരത്തിൻ്റെ താഴെ വലിയൊരു ചാരുകസാല ഇട്ട്, നമ്മൾ കോച്ചി എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുക, അതിട്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ്, മിനുങ്ങുന്ന കഷണ്ടിയുമായിട്ട് അകലേക്ക് നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾ ചെന്ന് മുരടനാക്കി. ആരാ, എവിടുന്നാ എന്ന് ചോദ്യം. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് പറഞ്ഞത്, ഞങ്ങൾ ചേർത്തലയിൽ നിന്നാണ്. ചേർത്തലയിൽ നിന്ന് നിങ്ങളിവിടെ വന്നിരിക്കുന്നുവോ എന്നാൽ, അല്ല, ഞങ്ങളിവിടെ പഠിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങളെ കണ്ടിട്ട് വിദ്യാർത്ഥികളാണെന്ന് തോന്നുന്നില്ലല്ലോ എന്നെ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. അല്ല, ഞാൻ ഇച്ചിരി പ്രായമായതിന് ശേഷമാണ് ബി.എഡിന് ചേർന്നത് എന്ന് പറഞ്ഞു. അധ്യാപകനാണ്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ അദ്ദേഹം എൻ്റെ മുൻകാല ജോലികളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു. അപ്പോൾ എങ്ങനെയോ ഞങ്ങളുടെ സംസാരത്തിലേക്ക് എൻ്റെ നാവിൽ നിന്നാവാം കെ.ആർ. ഗൗരിയമ്മ എന്ന് വന്നു. ഉടനെ തന്നെ അദ്ദേഹം വളരെ എന്തെന്നാണ് ആലോചിച്ചിട്ട് പറയുകയാണ്, ആ TV ഉണ്ടല്ലോ, അവൻ ഗൗരിയെ ചതിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാമോ? എന്തോ ചില കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം. TV തോമസ് വേറൊരു സ്ത്രീയിലെ ഒരു കുട്ടിയുണ്ടെന്നും മറ്റുമൊക്കെയുള്ള കഥയാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എറണാകുളത്ത് ഒരു ബുക്ക് സ്റ്റോൾ നടത്തിയിരുന്നു. ഒരു ദിവസം അവൻ അവിടത്തേക്ക് വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് 1-2 പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി. 2-3 ദിവസം കഴിഞ്ഞിട്ട് കാണാത്തത് കൊണ്ട് ഞാൻ അന്വേഷിച്ചു പോയി. എവിടെയാണ് താമസിക്കുന്നതൊക്കെ എനിക്കറിയാമായിരുന്നു. അവിടെ ചെന്നു. അവിടെ ചെല്ലേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ ചെല്ലുമ്പോൾ ഇയാൾ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് കുളിമുറിയിലേക്ക് പോവുകയാണ്. അയാളുടെ മുറിയിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി ഓടുകയും ഞങ്ങൾ അന്തം വിട്ടിരുന്നു. ഇതൊക്കെ എന്താ ഇപ്പം പറയാൻ കാര്യമെന്നുള്ള മട്ടിലല്ല, ഗൗരിയമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞതാണ്.
അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചും മകളെക്കുറിച്ചും അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവർ തൊട്ടടുത്തൊരു കല്യാണമുണ്ട്, അവിടെ പോയിരിക്കുകയാണ്, ഏതാനും നിമിഷങ്ങൾക്ക് അവർ ഇവിടെ വരും, അവർ കൂടി വന്നിട്ട് നിങ്ങൾക്ക് പോകാം. അങ്ങനെ ഒട്ടേറെ കഥകളുമൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇരുന്ന് വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും പിന്നെ ആരോ ഒരാളുകൂടി ഉണ്ടായിരുന്നു. വന്നു, അവരകത്തേക്ക് പോയി, ഞങ്ങൾക്ക് ഓരോ ഗ്ലാസ് പായസം തന്നു. അത് ഞങ്ങൾ കുടിച്ച് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹം എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ രണ്ടുപേരുടെയും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ആ നിമിഷം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരനുഭവമായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം തന്നെ വായിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് എനിക്ക് തോന്നിയത് ബേപ്പൂരിലെ ആ സന്ദർശന സമയത്താണ്. നന്ദി, നമസ്കാരം.